Hi, it's me Rajani from High Top Education. Today we are going to discuss a new story. Its name is After 20 Years. It's a short story. The short story is written by O. Henry. So, in the story, it's a meeting of two friends. ഈ ഒരു കഥ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 20 ഇയേഴ്സ്, അതായത് 20 വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള ഈ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുള്ളത് ഒ ഹെൻറിയാണ്. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ മീറ്റിംഗ് ബിറ്റ്വീൻ ടു ഫ്രണ്ട്സ്. രണ്ട് സുഹൃത്തുക്കളുടെ ഒരു മീറ്റിംഗിനെ കുറിച്ചാണ് ഈ കഥ പറയുന്നത്. ഹു ആർ ദ ടു ഫ്രണ്ട്സ്? ബോബ് ആൻഡ് ജിമ്മി. അക്കോർഡിംഗ് ടു ദ പ്രോമിസ് ദേ മേഡ് 20 ഇയേഴ്സ് അഗോ. 20 വർഷങ്ങൾക്ക് മുമ്പ് ബോബ് ആൻഡ് ജിമ്മി എന്നീ കൂട്ടുകാർ നടത്തിയ ഒരു പ്രോമിസ്. ആ പ്രോമിസിനെ കുറിച്ചാണ് ഈ ഒരു കഥയിൽ പറയുന്നത്. ദേ വിഷ് ടു ടെൽ ഈച്ച് അതർ ഓഫ് വാട്ട് ബിഫെൽ ദം ഇൻ ദ ഇന്റർവെനിങ് ഇയേഴ്സ്. ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ബ്രിങ്സ് സർപ്രൈസ്. വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ് ആഫ്റ്റർ 20 ഇയേഴ്സ് എന്നുള്ളത്. 20 വർഷങ്ങൾക്ക് മുമ്പ് സുഹൃത്തുക്കളായ ബോബും ജിമ്മിയും തമ്മിൽ ഒരു പ്രോമിസ് വെക്കുകയാണ്. അതായത് 20 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇതേ സ്ഥലത്ത് വെച്ച് ഇതേ സമയത്ത് കണ്ടുമുട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോമിസ്. വളരെ രസകരമായിട്ടുള്ള ഒരു പ്രോമിസ് ആണത്. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് നോക്കാം നമുക്ക്, ആ പ്രോമിസ് നടപ്പിലാക്കാൻ സാധിച്ചോ എന്നുള്ളത്. സോ let's start the story. The policeman on the beat moved up the avenue impressively. The impressiveness was habitual and not for show. For spectators were few. The time was barely 10 o'clock at night. But chilly gusts of wind with a taste of rain in the had well high developed the streets. ഇതൊരു എന്താണ്, വളരെ ഒരു തണുത്ത ഒരു ക്ലൈമറ്റ് ആയിരുന്നു. ഇറ്റ് വാസ് എ കോൾ വെതർ. വളരെ ഒരു തണുത്ത ഒരു ക്ലൈമറ്റ് ഉള്ള ഒരു കാലാവസ്ഥ എന്ന് പറയാം. ആ ഒരു സമയത്ത് ദ പോലീസ്മാൻ, ഒരു പോലീസ് ഓഫീസർ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ ഇംപ്രസീവ്നെസ് വാസ് ഹാബിച്വൽ ആൻഡ് നോട്ട് ഫോർ ഷോ. അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹം ഒരു സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്ന് തന്റെ നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് എ ടൈം ഓഫ് 10 o'clock. രാത്രി ഏകദേശം 10 മണിയായിട്ടുണ്ടായിരിക്കും. തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. Trying doors as he went, twirling his club with many intricate and artful movements, turning now and then to cast his watchful eye down the Pacific thoroughfare. The officer, with his stalwart form and slight swagger, made a fine picture of a guardian of the peace. അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹം സ്ട്രീറ്റിൽ തന്റെ നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഓരോ ഡോറും എന്ത് ചെയ്യുന്നുണ്ട്, ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് the vicinity was one that kept early hours. Now and then you might see the lights of a cigar store of an all-night lunch counter, but the majority of the doors belonged to business places that had long since been closed. Through this picture, we can see the police officer. അദ്ദേഹം എന്ത് ചെയ്യാണ്, സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു പോകണം. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യാണ്, നൈറ്റ് പെട്രോളിംഗ്. അദ്ദേഹം ഓരോ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ട് അല്ലേ. അത് മാത്രമല്ല, ഇറ്റ് വാസ് എ കോൾഡ് ആയിട്ടുള്ള എന്താണ്, ഒരു ക്ലൈമറ്റ് ആയിരുന്നു. ഒരു വിൻഡി, ഒരു പ്രത്യേക തരം എന്താണ്, തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലൈമറ്റ് ആണ്. അപ്പൊ അദ്ദേഹം ഓരോ ഡോറും നോക്കുമ്പോഴെന്താണ്, എല്ലാം ലോക്ക്ഡ് ആണ്. ഓൺലി ഫ്യൂ പീപ്പിൾ ആർ വാണ്ടറിങ് ദർ. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് എന്ത് ചെയ്തിരുന്നത്, അവിടെ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെ അവരുടെ ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്ത് അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ദെൻ എന്ത് ചെയ്തു അല്ലെ, പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം അല്ലെ. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. About midway of certain block, the policeman suddenly slowed his work. In the doorway of a darkened hardware store, a man leaned with an unlighted cigar in his mouth. As the policeman walked up to him, the man spoke quickly. അദ്ദേഹം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ നടത്തം എന്ത് ചെയ്യണം, അദ്ദേഹം വളരെ എന്താണ് സ്പീഡിൽ ഉണ്ടായിരുന്ന നടത്തത്തിനെ ഒന്ന് സ്ലോ ആക്കി. അദ്ദേഹത്തിന്റെ പുറകിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു. കത്തിക്കാത്ത ഒരു സിഗരറ്റ് വായിൽ വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ നടത്തം ഒന്ന് എന്ത് ചെയ്തു, വളരെ സ്ലോ ആയി. അപ്പോ പുറകിലുള്ള ആള് പറഞ്ഞു, ഇറ്റ്സ് ഓൾ റൈറ്റ് ഓഫീസർ, ഹി സെഡ് റിയഷറിംഗ്ലി. ഐ ആം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ എ ഫ്രണ്ട്. അല്ലെ, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ എന്റെ സുഹൃത്തിനെ കാത്തു നിൽക്കുകയാണ്. ഇറ്റ്സ് ആൻ അപ്പോയിന്റ്മെന്റ് മെയ്ഡ് 20 years ago. അല്ലെ, ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നടത്തിയ എന്ത് ചെയ്യാണ്, ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. Sounds a little funny to you, doesn't it? Well, I will explain if you would like to make certain it's all right. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ് അല്ലെ, ഇത് കേൾക്കുമ്പോൾ വളരെ രസകരമായി തോന്നുന്നുണ്ടല്ലേ.
അപ്പൊ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയണം. അബൌട്ട് ദാറ്റ് ലോങ് എഗോ ദർ യൂസ്ഡ് ടു ബി എ റെസ്റ്റോറന്റ് വേർ ദി സ്റ്റോർ സ്റ്റാൻഡ്സ് ബിഗ് ജോ ബ്രാഡീസ് റെസ്റ്റോറന്റ്. അപ്പൊ ആ ഒരു സ്ട്രീറ്റിലുള്ള ഒരു ബിഗ് ജോ ബ്രാഡീസ് റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഇവർ നടത്തിയ ഒരു പ്രോമിസിനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പുറകിൽ നിൽക്കുന്ന ദാറ്റ് സ്ട്രേഞ്ച് പേഴ്സൺ പറയാൻ പോകുന്നത്. Until 5 years ago, said the policeman, it was a torn down there. അല്ലെ? അപ്പൊ അവിടെ അങ്ങനെ ഒരു ബിഗ് ജോ ബ്രാഡീസ് റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. എപ്പോ മുതൽ ഏതുവരെയാണ് ഉണ്ടായിരുന്നത്? ഇറ്റ് വാസ് 5 years ago, 5 വർഷം മുമ്പ് വരെ. ഇന്ന് അതില്ല. ഇറ്റ് വാസ് ടോൺ ഡൗൺ ദെൻ. ദ മാൻ ഇൻ ദ ഡോർവേ സ്ട്രക്ക് എ മാച്ച് ആൻഡ് ലിറ്റ് ഹിസ് സിഗർ. അല്ലെ? അപ്പൊ ഇത് കേട്ടുകൊണ്ടായിരുന്നു നിൽക്കണ് നമ്മുടെ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആള് നിൽക്കണ്. സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആള് തന്റെ സുഹൃത്തിനെ 20 വർഷങ്ങൾക്ക് ശേഷം തന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാണ്. അത് പോലീസ് ഓഫീസറോട് പറഞ്ഞപ്പോ എവിടെ വെച്ചിട്ടാണ് അവർ കണ്ടുമുട്ടാൻ വിചാരിച്ചിരുന്നത്, തീരുമാനിച്ചിരുന്നത്? ബിഗ് ജോ ബ്രാഡീസ് റെസ്റ്റോറന്റിൽ വെച്ചിട്ടാണ്. അപ്പോ ആ റെസ്റ്റോറന്റ് ഇന്നുണ്ടോ? ഇന്നില്ല. ഇറ്റ് വാസ് 5 years ago. അല്ലെ? അതൊരു 5 വർഷം മുമ്പാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് കേട്ടപ്പോ എന്ത് ചെയ്തു? ദ സ്ട്രേഞ്ച് പേഴ്സൺ എന്ത് ചെയ്തു? അയാളുടെ സിഗരറ്റ് കത്തിച്ചു. ദ ലൈറ്റ് ഷോഡ് എ പെയിൽ സ്ക്വയർ ജോഡ് ഫേസ് വിത്ത് കീൻ ഐസ്. ആ സിഗരറ്റ് കത്തിക്കുമ്പോ ആ വെളിച്ചത്തിൽ എന്ത് ചെയ്തു? പോലീസ് ഓഫീസർ ഇയാളുടെ ഫേസ് കാണാൻ. മുഖത്ത് എന്തുണ്ട്? ഒരു വൈറ്റ് സ്കാർസ് ഉണ്ട്, മുറിവുണ്ട്. അതുപോലെ തന്നെ അയാളുടെ കണ്ണുകൾ വളരെ കീനായിരുന്നു. എന്തിനേയും വളരെ സൂക്ഷ്മമായിട്ട് നോക്കുന്ന ഒരു തരം കണ്ണുകൾ. ഈ സ്കാർഫ് പിൻ വാസ് എ ലാർജ് ഡയമണ്ട് ഓർഡർലി സെറ്റ്. അദ്ദേഹത്തിന് ഉപയോഗിച്ച ഒരു സ്കാർഫ് ഉണ്ടായിരുന്നു. ആ സ്കാർഫ് പിന്നൊക്കെ എന്തായിരുന്നു? ഡയമണ്ട് കൊണ്ടുണ്ടായിരുന്നു. ബിക്കോസ് ദ പേഴ്സൺ ഈസ് വെരി റിച്ച്. അല്ലെ? അതിനർത്ഥം എന്താണ്? ആ പേഴ്സൺ എന്താണ്? വളരെ റിച്ച് ആണ്. സോ ഹിയർ ഇൻ ദിസ് പിക്ചറിൽ കാണിക്കുന്നുണ്ട് അല്ലെ, ദ പേഴ്സൺ ആൻഡ് ദ പോലീസ് ഓഫീസർ. അവിടെ പുറകിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ബിഗ് ജോ ബ്രാഡീസ് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 20 years ago tonight, said the man. അങ്ങനെ അയാൾ കഥ പറയാണ് അല്ലെ. 20 വർഷങ്ങൾക്ക് മുമ്പ്, ഐ ഡൈൻ ഹിയർ അറ്റ് ബിഗ് ജോ ബ്രാഡീസ് വിത്ത് ജിമ്മി വെൽസ്, മൈ ബെസ്റ്റ് ചം ആൻഡ് ദ ഫൈനസ്റ്റ് ചാപ്പ് ഇൻ ദ വേൾഡ്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് ആരാണ്? ഇവിടെ വന്നിട്ടുള്ളത് ബോബാണ് അല്ലെ. ബോബും ജിമ്മിയും തമ്മിലുള്ളതാണ് എന്ത്? അവര് തമ്മിലുള്ള ഒരു പ്രോമിസ് ആണ്. അപ്പൊ അദ്ദേഹം എന്താ പറയുന്നത്? ഞാന് 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഐ ഡൈൻ ഹിയർ അല്ലെ, ഞാൻ ഈ ബിഗ് ജോ ബ്രാഡീസ് റെസ്റ്റോറന്റിൽ എന്റെ സുഹൃത്തായിട്ടുള്ള ജിമ്മി വെൽസുമായി വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അല്ലെ. ഏറ്റവും നല്ല ഭക്ഷണമായിരുന്നു. ഇറ്റ് വാസ് ദ ഫൈനസ്റ്റ് ചാപ്പ് ഇൻ ദ വേൾഡ്. ഹി ആൻഡ് ഐ വർ റേസ്ഡ് ഹിയർ ഇൻ ന്യൂയോർക്ക് അല്ലെ, ജസ്റ്റ് ലൈക്ക് ടു ബ്രദേഴ്സ് ടുഗെദർ. അപ്പൊ ഞാനും ജിമ്മിയും എന്താണ്? സഹോദരന്മാരെ പോലെയാണ് ഇവിടെ ന്യൂയോർക്കിൽ വളർന്നത്. ഐ വാസ് 18 ആൻഡ് ജിമ്മി വാസ് 20. എനിക്ക് 18ഉം ജിമ്മിക്ക് 20ഉം വയസ്സായിരുന്നു. The next morning I was to start for the west to make my fortune. You couldn't have dragged Jimmy out of New York. He thought it was the only place on earth. Well, we agreed that night that we would meet here again exactly 20 years from the date and time, no matter what our conditions might be or from what distance we might have to come. അപ്പോ ആ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച സമയത്ത് അന്ന് എനിക്ക് 18ഉം ജിമ്മിക്ക് 20 വയസ്സുമായിരുന്നു. പിറ്റേ ദിവസം കാലത്ത് തന്നെ എന്ത് ചെയ്യാണ്? ബോബ് തന്റെ കരിയർ സെറ്റാക്കാൻ വേണ്ടിയിട്ട് തന്റെ ഭാഗ്യം തേടി അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ ജിമ്മി എന്ത് ചെയ്തു? ന്യൂയോർക്കിൽ തന്നെ സെറ്റിൽ ആവുകയും ചെയ്തു. അങ്ങനെ അന്ന് അവർ തമ്മിൽ വെച്ച ഒരു പ്രോമിസ് ആണെന്ത്? എത്ര വർഷങ്ങൾ, അതായത് 20 വർഷങ്ങൾക്ക് ശേഷം എന്തൊക്കെ സംഭവിച്ചാലും എന്ത് ചെയ്യണം? ഇതേ ഡേറ്റിൽ ഇതേ ടൈമിൽ നമ്മൾ ഇവിടെ എത്തും, എത്ര ദൂരെയാണെങ്കിലും എത്തിച്ചേരും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിരുന്നു? ഞങ്ങൾ അന്നൊരു പ്രോമിസ് വെച്ചിരുന്നു. സോ വി ഫിഗേർഡ് ദാറ്റ് ഇൻ 20 years each of us ought to have our destiny worked out and our fortunes made. അങ്ങനെ 20 വർഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ഞങ്ങളുടെ എന്ത് ചെയ്തു? കരിയർ ഒക്കെ സെറ്റ് ചെയ്തു. വാട്ട് എവർ ദേ വർ ഗോയിങ് ടു ബി. ഇനി എന്തൊക്കെയായാലും ഞങ്ങൾ എന്ത് ചെയ്യാണ്? കാണാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കണം. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ആര്? ബോബും ജിമ്മിയും എന്ത് ചെയ്യുന്നത്? മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇറ്റ് സൗണ്ട്സ് പ്രെറ്റി ഇൻട്രസ്റ്റിംഗ്. ഈ കഥ കേട്ടപ്പോ പോലീസ് ഓഫീസർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. റാദർ എ ലോങ് ടൈം ബിറ്റ്വീൻ മീൻസ് ദോ ഇറ്റ് സീംസ് ടു മീ. ഹാവൻ യു ഹേർഡ് ഫ്രം യുവർ ഫ്രണ്ട് സിൻസ് യു ലെഫ്റ്റ്? അപ്പൊ അദ്ദേഹം എന്താ ചോദിച്ചത്? നിങ്ങൾ അങ്ങനെ 20 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്യാണ്? അങ്ങനെ ഒരു പ്രോമിസ് വെച്ച് പോയതിനു ശേഷം എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ മീറ്റ് ചെയ്തിരുന്നോ എന്ന് ചോദിക്കാൻ അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞിരുന്നോ? Well, yes. For a time we corresponded, said the other, but after a year or two we lost track of each other. അല്ലെ, 1-2 വർഷം അല്ലെ ഞങ്ങളൊരു കണക്ഷൻ, ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു, പിന്നീട് അത് നഷ്ടപ്പെട്ടു. You see, the West is a pretty big proposition and I kept puzzling around over it pretty lately. But I know Jimmy will meet me here if he is alive, for he always was the truest, strangest old chap in the world. അല്ലെ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് ജിമ്മി. ആയതുകൊണ്ട് തന്നെ ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ജീവനോടെ ഉണ്ടെങ്കിൽ ജിമ്മി എന്നെ കാണാൻ വന്നിരിക്കും. ഹി വിൽ നെവർ ഫോർഗെറ്റ്. ഒരിക്കലും അദ്ദേഹം മറക്കില്ല. ഐ കെയിം 1,000 miles to stand in this door night and it's worth it if my old partner
ടേൺസ് അപ്പ്. അല്ലേ, ഞാൻ എന്റെ പഴയ ആ സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് 20 വർഷങ്ങൾക്ക് ഇപ്പുറം വന്നതാണ്. അപ്പൊ ദ മാൻ, അല്ലെ, ദ മാൻ ഹൂ ജോബ് വാസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ഫ്രണ്ട്, അല്ലെ, കാത്തിരിക്കുന്നത്. ദ വെയിറ്റിംഗ് മാൻ പുൾഡ് ഔട്ട് എ ഹാൻസം വാച്ച്, ദ ലിഡ്സ് ഓഫ് ഇറ്റ് സെറ്റ് വിത്ത് സ്മോൾ ഡയമണ്ട്സ്. അങ്ങനെ ഈ കാത്തുകൊണ്ടിരിക്കുന്ന, അല്ലെ, മറ്റൊരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോബ് എന്ത് ചെയ്യാണ്, അല്ലെ, തന്റെ വാച്ച് നോക്കണം, വാച്ചിൽ സമയം നോക്കണം. അപ്പോ ആ സമയം നോക്കുന്ന സമയത്ത് വാച്ചിന്റെ ആ ഒരു എന്താണ്, ആ ഒരു ഇറ്റ് വാസ് ആൻ ഹാൻഡ്സം വാച്ച് ആണ്, അല്ലെ, അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, സ്മോൾ ഡയമണ്ട്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 minutes to 10, അല്ലെ, ഇനി 10 മണിക്ക് എത്ര സമയമുണ്ട്, 3 മിനിറ്റ് കൂടി. ഹി അനൗൺസ്ഡ് ഇറ്റ് വാസ് എക്സാക്ട്ലി 10 o'clock where we parted here at a restaurant. 10 മണി കറക്റ്റ് ആകുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ കാണും എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. ഡിഡ് pretty well out west, didn't you ask the policeman. അപ്പോ അദ്ദേഹത്തിന് കാത്തിരിക്കുകയാണ്, അല്ലെ, തന്റെ സുഹൃത്തായിട്ടുള്ള ജിമ്മി വെൽസിന് എന്ത് ചെയ്യാണ്, കാത്തിരിക്കുകയാണ്. You bet I hope Jimmy has done half as well. He was a kind of plodder, though good fellow as he was. I have I have had to compete with some of the sharpest wits. A man gets in a groove in you. It takes the best to put a razor edge on him. അതിലെന്താ പറയുന്നത്, അല്ലെ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ആര്, നമ്മുടെ ജിമ്മി. ആയതുകൊണ്ട് തന്നെ ജിമ്മി തീർച്ചയായിട്ടും ഇവിടെ എത്തും എന്ന് എന്ത് ചെയ്യാണ്, ബോബിന് ഉറപ്പുണ്ട്. ദ പോലീസ്മാൻ ടോൾഡ് ഹിസ് ക്ലബ് ആൻഡ് ടുക്ക് എ സ്റ്റെപ്പ് ഓർ ടു. I will be on my way. I hope your friend comes around all night. Going to call time on his shop. അങ്ങനെ എന്ത് ചെയ്യാണ്, പോലീസ് ഓഫീസർ ഇയാളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്, അല്ലെ, ഞാൻ എന്റെ ഡ്യൂട്ടീസ് എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പോവാണ്. ഐ വിൽ ബി ഓൺ മൈ വേ, ഞാൻ എന്റെ ജോലിയിലേക്ക് തന്നെ പോവാണ്, നിങ്ങളുടെ സുഹൃത്ത് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, പോലീസ് ഓഫീസർ പോവാണ്. ഐ ഷുഡ് സേ നോട്ട്, സെഡ് ദ അതർ. ഐ വിൽ ഗിവ് ഹിം ഹാഫ് ആൻ അവർ അറ്റ് ലീസ്റ്റ്. ഇഫ് ജിമ്മി ഈസ് അലൈവ് ഓൺ എർത്ത് ഹി വിൽ ബി ഹിയർ ബൈ ദാറ്റ് ടൈം. സോ ലോങ് ഓഫീസർ. അപ്പോ അദ്ദേഹം എന്താണ്, നമ്മളുടെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രേഞ്ചർ പറയാണ്, ഞാൻ അവനെ കാത്തിരിക്കുകയാണ്, അല്ലെ, ഒരു ഹാഫ് ആൻ അവർ കൂടി ഞാൻ എന്ത് ചെയ്യും, അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അവൻ എന്ത് ചെയ്യാണ്, അല്ലെ, ഇഫ് ഹീസ് അലൈവ്, അല്ലെ, ജീവനോടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എന്നെ കാണാനായിട്ട് വന്നിരിക്കും. അത് പറഞ്ഞ് ഗുഡ് നൈറ്റ് പറയുന്നു ദ പോലീസ്മാൻ, പാസിംഗ് ഓൺ അലോങ് ഹിസ് ബീറ്റ്, ട്രൈങ് ഡോർസ് ആസ് ഹി വെന്റ്. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, ഗുഡ് നൈറ്റ് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, തിരിഞ്ഞു പോവാണ്. പോലീസ് ഓഫീസർ എന്ത് ചെയ്തിരുന്നു, അല്ലെ, അയാളുടെ അടുത്ത് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്, ജിമ്മിയെ കാത്തുകാർ നിൽക്കുകയാണ്, ബോബോട് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ബോബാണെന്ന് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുന്നില്ല, അല്ലെ. സോ ദർ വാസ് നൗ ഫൈൻ കോൾഡ് drizzle. അല്ലെ, ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലൈമറ്റ് എന്തായിരുന്നു, വളരെ തണുത്തതായിരുന്നു. ഫൈൻ കോൾഡ് drizzle, അല്ലെ, തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദ വിൻഡ് ഹാഡ് risen from its uncertain puffs into a steady blow. The few foot passengers astir in that quarter hurried dismally and silently along with collars turned high and pocketed hands. അപ്പൊ ചില സ്ട്രേഞ്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെ, പോക്കറ്റിൽ കൈവച്ചുകൊണ്ട് ഇവിടെ നടന്നു പോകുന്നുണ്ട്. വളരെ തണുത്തൊരു ക്ലൈമറ്റ് ആണ്. ആൻഡ് ഇൻ ദ ഡോർ ഓഫ് ദ ഹാർഡ്വെയർ സ്റ്റോഴ്സ് ദ മാൻ ഹു ഹാഡ് കം 1,000 miles to fill an appointment, uncertain, almost absurdities with the friends of his youth. അല്ലെ, അവരുടെ യൂത്ത്, അല്ലെ, വളരെ വർഷങ്ങൾക്ക് മുമ്പ് 20 വയസ്സും 18 വയസ്സുള്ള സമയത്ത് അവർ നടത്തിയ ഒരു പ്രോമിസ് നടപ്പിലാക്കാൻ വന്നതാണ്. സോ about 20 minutes he waited. വീണ്ടും ഒരു 20 മിനിറ്റ് കൂടി എന്ത് ചെയ്യാണ്, അദ്ദേഹം വെയിറ്റ് ചെയ്യാണ് ചെയ്തത്. Then a tall man, a long overcoat with collar turned up to his ears. പെട്ടെന്ന് ഒരു വളരെ നീണ്ട ഒരു മനുഷ്യൻ വരികയാണ്, ഒരു ലോങ് ഓവർകോട്ട് ഒക്കെ ധരിച്ച ഒരാൾ വരുന്നു. ആൻഡ് വിത്ത് കോളർ ടേൺഡ് അപ് ടു ഹിസ് ഇയേഴ്സ് ഹറിഡ് അക്രോസ് ഫ്രം ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ സ്ട്രീറ്റ്. അല്ലെ, ഒരാള് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നു. ഹി വെന്റ് ഡയറക്ട്ലി ടു ദ വെയിറ്റിംഗ് മാൻ. ആ വെയിറ്റ് ചെയ്തിരുന്ന ആളുടെ അടുത്തേക്ക് എന്ത് ചെയ്യാണ്, അദ്ദേഹം നടന്നു വരികയാണ്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് തന്നെ വളരെ നീളം കൂടിയ ഒരു ഓവർകോട്ട് ധരിച്ച, ഒരു ലോങ് ഓവർകോട്ട് ധരിച്ച ഒരാൾ വരികയാണ്. ഈസ് ദാറ്റ് യു ബോബ്, ഹി ആസ്ക്ഡ് ഡൗട്ട്ഫുള്ളി. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, ഇത് ബോബ് ആണോ എന്ന് കാത്തു നിന്നിരുന്ന ആളോട് ചോദിക്കുകയാണ്. അപ്പോ ഇവിടെ കാത്തു നിന്നിരുന്ന നമ്മളുടെ ആദ്യത്തെ സ്ട്രേഞ്ചർ ചോദിക്കുന്നു, ഈസ് ദാറ്റ് യു ജിമ്മി വെൽസ്, ഇത് ജിമ്മി വെൽസ് ആണോ എന്ന് എന്ത് ചെയ്യാണ്, വളരെ ഇമോഷണലി എന്ത് ചെയ്യാണ്, ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഓ ബ്ലെസ് മൈ ഹേർട്ട്, എക്സ്ക്ലൈംഡ് ദ ന്യൂ അറൈവൽസ്, ഗ്രാസ്പിംഗ് ബോത്ത് ദ അതേഴ്സ് ഹാൻഡ്സ് വിത്ത് ഹിസ് ഓൺ. അങ്ങനെ എന്ത് ചെയ്യണം, അല്ലെ, രണ്ടുപേരും വളരെ സ്നേഹത്തോടെ കൈകൾ ചേർത്ത് പിടിക്കാൻ ചെയ്യുന്നത്. It's Bob, sure as fate. I was certain I would find you here if you were still in existence. Well. 20 years a long time ആണ്. The old restaurant's gone. അല്ലെ, പഴയ റെസ്റ്റോറന്റ് ഇപ്പോ ഇല്ല, ബോബ്. I wish it had lasted so we could have had another dinner there. അല്ലെ, അവർക്ക് ഇനി അവിടെ എന്താണ് ഡിന്നർ കഴിക്കാൻ സാധിക്കില്ല, കാരണം എന്തില്ല, ആ
റെസ്റ്റോറന്റ് എന്നില്ല. ഹൗ ഹാസ് ദ വെസ്റ്റ് ട്രീറ്റഡ് യു ഓൾഡ് മാൻ. അപ്പോ ഒരു 20 വർഷങ്ങൾക്ക് ശേഷം കാണണം. ചോദിക്കണം എങ്ങനെയാണ് വെസ്റ്റിലേക്ക് പോയതാണ് ആര്? ബോബ്. ജിമ്മി എന്ത് ചെയ്തു? ന്യൂയോർക്കിൽ തന്നെ സെറ്റിൽ ആവുകയാണ് ചെയ്തത്. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ഈ കഴിഞ്ഞ 20 വർഷങ്ങള്? എന്തൊക്കെയാണ് വെസ്റ്റ് നിന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ ബോബ് പറയുന്നു, ബുൾ ഇറ്റ് ഹാസ് ഗിവൻ മീ എവറിത്തിങ് ഐ ആസ്ക്ഡ് ഇറ്റ് ഫോർ. അപ്പോ ബോബ് വളരെ അഭിമാനത്തോടു കൂടി പറയാണ്, എന്താ പറയുന്നത്? ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് കിട്ടി. നീയും ഒരുപാട് മാറി. യു ഹാവ് ചേഞ്ച്ഡ് ലോട്ട്സ് മീ. ഐ നെവർ തോട്ട് യു വർ സോ ടോൾ ബൈ 2 or 3 inches. നീ എന്നെക്കാൾ കൂടുതൽ വളർന്നു അല്ലെ, 2 or 3 ഇഞ്ച് നീ എന്നെക്കാൾ കൂടുതൽ വളർന്നു, ഒരുപാട് മാറ്റം വന്നു എന്ന് പറയാം. ഓ ഐ ഗ്രൂ എ ബിറ്റ് ആഫ്റ്റർ ഐ വാസ് 20. അപ്പൊ പറയാണ് 20 വയസ്സിന് ശേഷം ഞാൻ കുറച്ചുകൂടി വളർന്നു എന്ന് പറയാം. സോ ജിമ്മിയോട് ചോദിക്കുന്നത്, ഡൂയിങ് വെൽ ഇൻ ന്യൂയോർക്കിലെ, ന്യൂയോർക്കിലൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ അവർ വളരെ സുഖകരമായിട്ട് എന്ത് ചെയ്യാ, സുഖവിവരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. സോ മോഡറേറ്റ്ലി ഐ ഹാവ് എ പൊസിഷൻ ഇൻ വൺ ഓഫ് ദ സിറ്റി ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പോ ജിമ്മി വെൽസ് പറയുന്നു എന്താണ് അല്ലെ, എനിക്കിവിടെ എന്ത് ചെയ്യാണ്, സിറ്റി ഡിപ്പാർട്ട്മെന്റ്സിൽ എനിക്കൊരു പൊസിഷൻ ഉണ്ട്, ഞാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. കം ഓൺ ബോബ്, വി വിൽ ഗോ അറൌണ്ട് ടു എ പ്ലേസ് ഐ നോ. എനിക്ക് അറിയാവുന്ന ഒരു സ്ഥലമുണ്ട്, നമുക്ക് അവിടേക്ക് പോവാം, നമുക്ക് കുറച്ച് ദൂരം നടക്കാം. ഹാവ് എ ഗുഡ് ലോങ് വോക്ക്, ടോക്ക് അബൌട്ട് ഓൾ ടൈംസ്. പഴയ കുറെ കഥകളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം എന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി എന്ത് ചെയ്യാണ്, നടന്നു പോകുന്നു. ദ ടു മെൻ സ്റ്റാർട്ടഡ് അപ്പ് ദ സ്ട്രീറ്റ് ആം ഇൻ ആം. അല്ലേ, ഇവിടെ പിക്ചറിൽ കാണുന്നുണ്ട്, കൈകൾ ചേർത്ത് പിടിച്ച് രണ്ടുപേരും നടക്കുകയാണ്. The man from the west, his egotism enlarged by success, was beginning to outline the history of his career. അല്ലെ, വെസ്റ്റിൽ നിന്ന് വന്ന ബോബ് ശരിക്കും നീന് ഇവിടെ ഒരു ഹിസ്റ്ററി ഉണ്ടാക്കുകയാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ. The other submerged in his overcoat listened with interest. അപ്പൊ എന്ത് ചെയ്യാണ്, തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച്, തന്റെ ഭാഗ്യങ്ങളെ കുറിച്ചൊക്കെ ബോബ് ഇങ്ങനെ എന്ത് ചെയ്യാണ്, വാദോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ താല്പര്യത്തോടു കൂടിയിട്ട് ജിമ്മി എന്ത് ചെയ്യാണ്, ഇതിനെ കേട്ടുകൊണ്ട് അവർ ഒരുമിച്ച് നടക്കുകയാണ്. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അറ്റ് ദ കോർണർ സ്റ്റുഡ് എ ഡ്രഗ് സ്റ്റോർ ബ്രില്യൻ വിത്ത് ഇലക്ട്രിക് ലൈറ്റ്സ്. അവിടെ ഒരു ഡ്രഗ് സ്റ്റോർ ഉണ്ട്, അതിന് ചുറ്റും എന്താണ്, നിറയെ ഇലക്ട്രിക് ലൈറ്റ്സ് കിടക്കുന്നുണ്ട്. വെൻ ദേ കെയിം ഇൻ ടു ദിസ് ഗ്ലെയർ ഈച്ച് ഓഫ് ദം ടേൺഡ് simultaneously to gaze upon the other's face. അങ്ങനെ അവർ ആ ലൈറ്റുകൾക്കിടയിലേക്ക് അല്ലെ, ആ വെളിച്ചമുള്ള ആ എന്ത് ചെയ്യാണ്, ഒരു ഡ്രഗ് സ്റ്റോറിന്റെ കോർണറിലേക്ക് എത്തിയപ്പോൾ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കണം. ദ മാൻ ഫ്രം ദ വെസ്റ്റ് സ്റ്റോപ്പ്ഡ് സഡൻലി ആൻഡ് റിലീസ്ഡ് ഹിസ് ആം. വെസ്റ്റിൽ നിന്ന് വന്ന ആള് ആരായിരുന്നു? ബോബ് പെട്ടെന്ന് എന്ത് ചെയ്തു, കൈകൾ വിട്ടു. എന്നിട്ട് എന്ത് പറഞ്ഞു? യു ആർ നോട്ട് ജിമ്മി വെൽസ്. നിങ്ങൾ എന്തല്ല, ജിമ്മി വെൽസ് അല്ല. ഹി സ്നാപ്ഡ്. 20 years is a long time. അല്ലെ, 20 years എന്ന് പറഞ്ഞത് എന്താണ്, ഒരു ലോങ് ടൈം തന്നെയാണ്. ബട്ട് നോട്ട് ലോങ് ഇനഫ് ടു ചേഞ്ച് എ മാൻസ് നോസ് ഫ്രം എ റോമൻ ടു സൗത്ത്. അല്ലെ, 20 വർഷം എന്ന് പറഞ്ഞാൽ വളരെ നീണ്ടൊരു കാലയളവാണ്. പക്ഷെ നിങ്ങൾ എന്തല്ല, നിങ്ങൾ ജിമ്മി വെൽസ് അല്ല. കാരണം ഈ 20 വർഷങ്ങൾക്കിടയിൽ ഒരിക്കലും ഒരാളുടെ മൂക്ക് അല്ലെ, നോസ് എന്ത് ചെയ്യില്ല, മാറില്ല. ഫ്രം എ റോമൻ ടു അല്ലെ, നോസിന്റെ എന്ത് ചെയ്തു, ആ ഒരു ഷേപ്പ് തന്നെ മാറിയിട്ടില്ല, അതൊരിക്കലും മാറില്ല എന്നാ പറയുന്നത്. ഇറ്റ് ടൈംസ് ചേഞ്ചസ് എ ഗുഡ് മാൻ ഇൻ ടു എ ബാഡ് വൺ, സെഡ് ദ ടോൾ മാൻ. യു ഹാവ് ബീൻ അണ്ടർ അറസ്റ്റ് ഫോർ 10 minutes. അപ്പോ എന്ത് ചെയ്യാണ്, പിന്നീട് ആർക്ക്, ആ വന്ന ജിമ്മി എന്ന് പറയുന്ന ആൾക്ക് ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റുന്നുണ്ടാവില്ല. അദ്ദേഹം എന്ത് പറഞ്ഞു? ഇറ്റ് സംടൈംസ് ചേഞ്ചസ് എ ഗുഡ് മാൻ ഇൻ ടു എ ബാഡ് വൺ. അല്ലെ, ഒരു നല്ല മനുഷ്യൻ ഒരു ചീത്ത മനുഷ്യനാകും. യു ഹാവ് ബീൻ അണ്ടർ അറസ്റ്റ് ഫോർ 10 minutes. അല്ലെ, 10 മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യും. സിൽക്കി ബോബ്. ചിക്കാഗോ തിങ്സ് യു മേ ഹാവ് ഡ്രോപ്ഡ് ഓവർ അവർ വേ ആൻഡ് വയേഴ്സ് us she wants to have a chat with you. Going quietly are you? യഥാർത്ഥത്തിൽ ഇത് ആരാണ്? ബോബ് തന്നെയാണ്. പക്ഷെ ബോബ് ആരായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. That sensible. Now before we go on to the station, here is note I was asked to hand you. You may read it here at the window. It's from Patrolman Wells. അല്ലെ, നിങ്ങൾ ഇയാളുടെ പേരെന്താണ്? വെറും ബോബല്ല, സിൽക്കി ബോബാണ്. അല്ലെ, സിൽക്കി ബോബാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരനാണ് ആര്? ആ നീണ്ട ലോങ് ഓവർകോട്ട് ധരിച്ച ആള്. പെട്രോളിങ്ങിനിടയിൽ നിങ്ങളെ കണ്ട ആ പെട്രോൾമാൻ ആരാണെന്ന് അറിയോ? അതായിരുന്നു ജിമ്മി. ദ മാൻ ഫ്രം ദ വെസ്റ്റ് അൺഫോൾഡഡ് ദ ലിറ്റിൽ പീസ് ഓഫ് പേപ്പർ ഹാൻഡഡ് ഹിം. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, ഒരു പേപ്പറിന്റെ കഷ്ണം എന്ത് ചെയ്യാണ്, കൊടുക്കുന്നത്. His hand was steady when he began to read, but it trembled a little by the time he had finished. The note was rather short. അപ്പോ അദ്ദേഹം പറയാണ്, ദാ നിങ്ങൾക്കൊരു നോട്ട് തന്നിട്ടുണ്ട്. യു മേ റീഡ് ഇറ്റ് ഹിയർ അറ്റ് ദ വിൻഡോ. അല്ലെ, നിങ്ങൾ ഇത് വായിക്കണം. ഇത് ആര് തന്നതാണ്? ഇറ്റ് ഇസ് ഫ്രം പെട്രോൾമാൻ വെൽസ്. അതായത് ജിമ്മി തന്ന കത്താണ്, ഇതൊരു നോട്ടാണ്, ഇത് നിങ്ങൾ വായിക്കണം എന്ന് പറയും. അങ്ങനെ ബോബ് എന്ത് ചെയ്തു, ഇത് തുറന്നു വായിച്ചു. അത് വായിക്കുന്ന സമയത്ത് എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ ഹാൻഡ് എന്തായിരുന്നു അല്ലെ, വളരെ സ്റ്റഡി ആയിട്ട് അല്ലെ അദ്ദേഹം അത് വായിച്ചു. പക്ഷെ ബട്ട് ഇറ്റ് ട്രംബിൾഡ് എ ലിറ്റിൽ ബൈ ദ ടൈം ഹി ഹാഡ് ഫിനിഷ്ഡ്. പക്ഷെ അത് വായിച്ചു തീരുമ്പോഴേക്കും എന്തായി, അദ്ദേഹത്തിന്റെ കൈകൾ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. ദ നോട്ട് വാസ് റാദർ ഷോർട്ട്.
ആ നോട്ട് എന്തായിരുന്നു? വളരെ ചെറുതായിരുന്നു. ബോബ്, ഐ വാസ് അറ്റ് ദ അപ്പോയിന്റ്മെന്റ് പ്ലേസ് ഓൺ ടൈം. നീ പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. വെൻ യു സ്ട്രക്ക് ദ മാച്ച് ടു ലൈറ്റ് യുവർ സിഗർ, ഐ സോ ഇറ്റ് വാസ് ദ ഫേസ് ഓഫ് ദ മാൻ വാണ്ടഡ് ഇൻ ചിക്കാഗോ. അല്ലേ ബോബ്, നീ പറഞ്ഞ സമയത്ത് ഞാൻ എത്തി, പക്ഷെ നീ ആ ലൈറ്റർ എന്ത് ചെയ്തു അല്ലെ, എന്താണ് അത് മാച്ച്, ആ സിഗരറ്റ് നീ കത്തിച്ചപ്പോഴാണ് ഞാൻ നിന്റെ മുഖം കണ്ടത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചിക്കാഗോയിലെ ഒരു വൺ ഓഫ് ദ ക്രിമിനൽ ആണ് നീ. കാരണം എന്താണ്, ആ മുഖം കണ്ടപ്പോ എന്ത് ചെയ്യാണ്, ഐഡന്റിഫൈ ചെയ്യാണ്. ജിമ്മി വർക്ക് ചെയ്യുന്നത് പോലീസിലാണ്. സംഹൗ ഐ കുഡിൻ ഡു ഇറ്റ് മൈസെൽഫ്. എനിക്കത് ചെയ്യാൻ പറ്റില്ല. എന്താ ചെയ്യാൻ പറ്റാത്തത്? എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഐ വെന്റ് അറൌണ്ട് ആൻഡ് ഗോട്ട് എ പ്ലെയിൻ ക്ലോത്ത്സ് മാൻ ടു ഡു ദ ജോബ്. അല്ലേ, എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നീ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അല്ലെ, അതുകൊണ്ട് ആ ഡ്യൂട്ടി ചെയ്യാൻ ഞാൻ മറ്റൊരാളെ പറഞ്ഞു വിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിമ്മി എന്ത് ചെയ്യാണ്, ആ ലെറ്റർ, ആ ഷോർട്ട് നോട്ട് അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഹിയർ ഇൻ ദ സ്റ്റോറി, അല്ലെ, ത്രൂ ദ സ്റ്റോറിയിൽ നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? അല്ലെ, ഇവിടെ കത്ത് വായിക്കുന്നു. ഈ ഒരു കഥയിൽ പറയുന്നത് എന്താണ്? ജിമ്മി വെൽസ് ആയിരുന്നു ഇദ്ദേഹം ആദ്യം കണ്ട ആ പോലീസ് ഓഫീസർ. അല്ലെ, അവിടെ വന്ന ബോബ് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ബോബ് തന്നെയാണ്. പക്ഷെ ഹി വാസ് സിൽക്കി ബോബ്. അല്ലെ, സിൽക്കി ബോബ് എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ എന്താണ്, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിമിനലാണ്. ചിക്കാഗോയിൽ എന്ത് ചെയ്യാണ്, വാണ്ടഡ് ക്രിമിനൽസിൽ പെടുന്ന ഒരാളായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിനെ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, സിഗരറ്റ് കത്തിക്കുന്ന സമയത്ത് ആ വെളിച്ചത്തിൽ ഇദ്ദേഹത്തിന്റെ മുഖം കാണുകയും അതിനെ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു ആര്, ജിമ്മി. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്തപ്പോൾ ജിമ്മി പിന്നീട് ഒന്നും പറയാതെ അവിടെ നിന്ന് പോയി തന്റെ മറ്റൊരു കൊളീഗിനെ എന്ത് ചെയ്യാണ്, അവിടേക്ക് പറഞ്ഞയക്കുകയാണ്. എന്തിനാണ് പറഞ്ഞയച്ചത്? ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെ, അതിന്റെ കൂടെ ഒരു ഷോർട്ട് നോട്ടും കൊടുത്തയച്ചു. എനിക്ക് നിന്നെ മനസ്സിലായി, നമ്മൾ പറഞ്ഞ 20 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ നിന്നെ കാത്തിവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നീ ഇങ്ങനെ ഒരു ആളായിരുന്നു, അതുകൊണ്ട് തന്നെ നിന്നെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ എന്റെ മറ്റൊരു സുഹൃത്തിനെയാണ് എന്ത് ചെയ്യുന്നത്, പറഞ്ഞയക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, അദ്ദേഹം ആ ലെറ്റർ കൺക്ലൂഡ് ചെയ്യാണ്. സോ ഇതാണ് എന്ത്, ആഫ്റ്റർ 20 ഇയേഴ്സ് എന്നുള്ള ഈ ഒരു സ്റ്റോറി. സോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ. ഓക്കെ, താങ്ക് യു.